കുറച്ചുകൂടി വേഗത്തിൽ പോകാൻ പറ്റുമോ? നീ ഇങ്ങനെ പേടിച്ചാലോ മോളെ? ഗോപിയും ബിബിനും വിശാലിന്റെ കൂടെ ഇല്ലേ? വേണ്ടതെല്ലാം അവര് ചെയ്തോളും. എന്റെ മോളിങ്ങനെ പേടിക്കാതിരിക്കേ. എന്റെ ഉദയനൂരമ്മ, അദ്ദേഹത്തിന് ഒരാപത്തും വരുത്തല്ലേ ദേവി. ജാസ്മിൻ പിന്നാമ്പുറം വഴി ഓടിയെങ്കിൽ അതെന്തോ കടുത്ത തീരുമാനത്തിലായിരിക്കും. ഇനി അവളെങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? അപ്പൊ പിന്നെ ഒരു വഴിയേ ഉള്ളൂ, ആത്മഹത്യ. പുറകിൽ ജാസ്മിനും അവളുടെ ഏട്ടനുമാ. ഈ വിവാഹം നടന്ന വിശാൽ സാറിന്റെ ജീവൻ അപകടത്തിലാവും. ജാസ്മിൻ, 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 കഥ ഓർക്ക്. ജാസ്മിൻ, 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 കഥ ഓർക്ക്. നീ ജാസ്മിൻ, വാതിലോർക്ക്. ജാസ്മിൻ, ജാസ്മിൻ, ജാസ്മിൻ. ഹലോ, ഡോറുള്ളിന്ന് പൂട്ടിയിരിക്കാണോ? ആ, എങ്കിലും ഉറപ്പാ ജാസ്മിൻ ഇപ്പൊ സൂയിസൈഡ് ചെയ്യും. അയ്യോ, ജാസ്മിൻ, ജാസ്മിൻ, നീ അബദ്ധമൊന്നും കാണിക്കില്ലേ? വാതിൽ തുറക്ക് ജാസ്മിൻ. എടാ മോനെ, ഈ വിവരമില്ലാത്തവൾ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നീ പാനിക് ആവല്ലേ? എല്ലാവരും ഒന്ന് മാറിക്കേ. മാറി. ജാസ്മിൻ, ഞാനാ ഗാർഗിയ. എങ്ങനെ സൂയിസൈഡ് ചെയ്യാനാ നിന്റെ പ്ലാൻ? തൂങ്ങാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഫാനില് തൂങ്ങാനാണെങ്കിൽ നീ സൂക്ഷിക്കണേ. ഇത് പഴയ വീടാ. ഗാർഗി, ഫാൻ പൊട്ടി നിന്റെ തലയിൽ വീഴാനുള്ള സാധ്യതയുണ്ടേ. വിഷമുണ്ടോ നിന്റെ കയ്യില്? വിഷമാ നല്ലത്.
അല്ല, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. പിന്നെയല്ല, നിന്റെ ഇഷ്ടം പോലെ ചെയ്. ഗാർഗി, മനസ്സ് പൊട്ടിയിട്ടാ ജാസ്മിൻ ഇതിനകത്ത് കയറിയിരിക്കുന്നത്. മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷം കണ്ടെത്താൻ നിനക്ക് എങ്ങനെയാ മനസ്സ് വരുന്നത്? നല്ല ചോദ്യം. അമ്മ തന്നെ ഈ ചോദ്യം ചോദിക്കണം. ഒരു പെൺകുട്ടി ദിവസങ്ങളോളം മനസ്സ് പൊട്ടി നടന്നിട്ടുണ്ട് നമ്മുടെ ഈ കുടുംബത്തില്. ആര് കാരണോ? അമ്മ കാരണം. ഈ വിനയും ജതിന് കാരണം. തോറ്റുപോയതിന്റെ ദേഷ്യത്തില് അകത്ത് കയറി കഥ കടച്ചിരുന്ന് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്ന ജാസ്മിൻ കാരണം. പാർവതിയോട് നിങ്ങൾ ആരും കാണിച്ചിട്ടില്ലാത്ത മനുഷ്യത്വം ഇങ്ങനൊരു ശിക്ഷ ഇരന്ന് വാങ്ങിയ ജാസ്മിനോട് ഞാനെന്തിനാ കാണിക്കുന്നത്? ജാസ്മിൻ, ദൈവം പണി തന്നു തുടങ്ങിയെന്ന് നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ? ഏതായാലും നീ സൂയിസൈഡ് ചെയ്യാൻ പോവല്ലേ? അത് ലൈവായിട്ട് ഞാൻ എന്റെ ചാനലിൽ കാണിച്ചാലേ എന്റെ സബ്സ്ക്രൈബേഴ്സ് ഇനിയും കൂടുകയും ചെയ്യും. എന്താ ഗാർഗി ഇത്? എനിക്കിനിയും കൂടുതൽ ഇൻകം കിട്ടുകയും ചെയ്യും. ഒന്ന് ചീഞ്ഞ മറ്റൊന്നിന് വളമാണെന്നുള്ള പഴഞ്ചൊല്ല് നീ കേട്ടിട്ടില്ലേ? ഞാൻ എന്റെ ക്യാമറ എടുത്തിട്ട് വരുന്നവരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യാവോ? ആന്റി, ആന്റിയുടെ മരുമോളായി പോയി. വേറെ ആരെങ്കിലും ആയിരുന്നു ഈ വൃത്തികേട് പറഞ്ഞിരുന്നെങ്കിൽ ആ നാവ് ഞാൻ പറിച്ചെടുത്ത് പട്ടിക്കിട്ട് കൊടുത്തേനെ. വിനയ്, നീ ഇവിടെ പിടിച്ചോണ്ട് പോയേ. വേണ്ട 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 വേണ്ട, കയ്യാങ്കളിയൊന്നും വേണ്ട. ഞാൻ 2 ഡയലോഗ് അടിക്കാൻ വേണ്ടി തന്നെ ഇങ്ങോട്ട് വന്നത്. അത് കഴിഞ്ഞു. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. ഞാൻ പൊയ്ക്കോളാം. അപ്പോ ഹാപ്പി ജേണി ജാസ്മിൻ. മാറങ്ങോട്ട്. ജാസ്മിൻ മോളെ, മോളെ. ഓ ജാസ്മിൻ പ്ലീസ്. ആന്റി, എല്ലാവരെയും ഫേസ് ചെയ്യാനുള്ള മടികൊണ്ടായിരിക്കും ജാസ്മിൻ മുറി കയറി ഇരിക്കുന്നത്. ഞാൻ നോക്കിക്കോളാം. ആന്റിയും വിനയും താഴോട്ട് ചെല്ലു. നോക്കിക്കോണേ മോനെ. ഞാൻ നോക്കിക്കോളാം ആന്റി. വാ. ജാസ്മിൻ ആത്മഹത്യ ചെയ്യാനോ? ഈ നിസ്സാര കാര്യത്തിന് ജാസ്മിൻ ആത്മഹത്യ ചെയ്യാനോ? ജാസ്മിനെ, തീയിൽ കുരുത്തവള ഏത് പൊരി വെയിലിലും വാടാതെ നിൽക്കും. അല്ലാതെ ആത്മഹത്യ ചെയ്യാനൊന്നുമല്ല. കൊല്ലാനാ ഞാൻ ഈ വീട്ടിൽ വന്നത്. കൊല്ലാൻ. കോടി സാമ്രാജ്യത്തിന് മേൽ സുഖിച്ച് കിടന്നുകൊണ്ട് എതിർക്കുന്നവരെയൊക്കെ കൊല്ലാൻ. വൈകാതെ ഞാനതെല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കും. പക്ഷേ ഇതുപോലൊരു സീൻ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ എന്നോട് ആർക്കും ഒരു സിമ്പതിയും തോന്നില്ല. സിമ്പതി കിട്ടിയാലേ എനിക്ക് ജയിക്കാൻ കഴിയൂ. അതിനുവേണ്ടി ഞാൻ എന്ത് നാടകവും കളിക്കും. എനിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, 100 കോടി. വിശാലിന്റെ മുന്നിൽ കഴുത്ത് നീട്ടിക്കൊടുക്കുമ്പോ എനിക്ക് കിട്ടാൻ പോകുന്ന 100 കോടി. അതെന്റെ കൈപ്പിടിയിലാകുന്നത് വരെ ഞാൻ ഈ നാടകം തുടർന്നുകൊണ്ടേയിരിക്കും.
അച്ഛന് വല്ലാത്തൊരു ഭയോടാ. അരുതാത്തത് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ. അച്ഛൻ ഇങ്ങനെ ഓവർ ടെൻഷൻ ആവല്ലേ? ഡോക്ടർ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, മനസ്സ് കൂടുതൽ വിഷമിപ്പിക്കരുതെന്നല്ലേ? കൺമുന്നിൽ നടക്കുന്നതൊക്കെ ചങ്ക് പൊട്ടുന്ന കാര്യങ്ങളല്ലേ, പിന്നെ എങ്ങനെ മനസ്സമാധാനം ഉണ്ടാവാൻ? വിശാലേട്ടന് ഒന്നും സംഭവിക്കില്ല. പാർവതിയുടെ പ്രാർത്ഥന ഉണ്ടല്ലോ, നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയില്ലേ? അച്ഛൻ ധൈര്യമായിട്ടിരിക്കേ. എന്റെ കണ്ണടയുന്നത് വരെ ഈ താലി അണിഞ്ഞു നടക്കാനുള്ള ഭാഗ്യം തരണേന്ന് മാത്രമേ ഞാൻ ഇന്നും ദേവിയോട് പ്രാർത്ഥിക്കാറുള്ളൂ. മരിക്കുന്നത് വരെ അദ്ദേഹത്തെ കാണാനുള്ള ഭാഗ്യം തരണേന്നോ ഇപ്പൊ എന്റെ പ്രാർത്ഥന. എന്റെ ജീവൻ എടുത്തിട്ടാണെങ്കിലും എന്റെ ഭർത്താവിന്റെ ജീവന് ആപത്തൊന്നും വരുത്തരുത്. അമ്മേ നാരായണ, ദേവി നാരായണ. ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. എന്റെ ഉദയനൂരമ്മേ, നീ തന്നെ തുണ. ജാസ്മിൻ, എല്ലാരും പോയി. നീ വാതിൽ തുറക്ക് ജാസ്മിൻ. ഇവിടെ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ജാസ്മിൻ, തുറക്ക് നീ. നീ സൂയിസൈഡ് ചെയ്യില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇത്രയും നേരം വിളിച്ചിട്ടും വാതിൽ തുറക്കാതായപ്പോ സത്യം പറഞ്ഞ ഞാനൊന്ന് പേടിച്ചു. വിവാഹം മുടങ്ങി, കെട്ടാനിരുന്നയാള് ഹോസ്പിറ്റലിലുമായി. പാവം ജാസ്മിൻ ഇതെങ്ങനെ സഹിക്കും എന്നായിരിക്കും പ്രഭാവതി ആന്റിയുടെയും പ്രതാപനങ്ങളുടെ ഒക്കെ മനസ്സില്. ഞാൻ മുറിയിലിരിപ്പായതോടെ അവരുടെ സഹതാപം ഇരട്ടിയായിട്ടുണ്ടാവും. ഞാനും അത്രേ ഉദ്ദേശിച്ചുള്ളൂ, അല്ലാതെ ഏട്ടം കരുതുന്ന പോലെ ഒന്നുമില്ല. നിനക്ക് ഒരു വിഷമവുമില്ലെന്നാണോ? വിഷമമുണ്ട് ഏട്ടാ, ഈ കാര്യത്തില് എനിക്ക് നല്ല വിഷമമുണ്ട്. എന്റെ കഴുത്തില് താലി കെട്ടാതെയാ വിശാല ആശുപത്രിയിലായത്. താലി കെട്ടിയതിനു ശേഷമായിരുന്നെങ്കിൽ നമ്മുടെ ജോലി എളുപ്പമാവായിരുന്നു. കൊട്ടേഷൻ കൊടുക്കണ്ട, ബൊക്കയിൽ വിഷം സ്പ്രേ ചെയ്ത് അയാളുടെ മൂക്കിന് മുന്നിൽ കൊണ്ടുവെക്കണ്ട, ആശുപത്രി ചെന്ന് ഒരു തുള്ളി വിഷം ഇറ്റിച്ചു കൊടുക്കേണ്ട മെനക്കേട് മാത്രമേ ഉണ്ടാവുമായിരുന്നുള്ളൂ. പോസ്റ്റ്മോർട്ടം ഉണ്ടാവില്ല, വീണ് പരിക്ക് വെച്ച് ചത്തതല്ലേ. പോലീസ് അന്വേഷണം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ലല്ലോ. ആ കാര്യത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ഒരു തെളിവും അവശേഷിപ്പിക്കാതെ ആളെ കൊല്ലാൻ നീ മിടിക്കുകയാണെന്ന് എനിക്കറിയില്ലേ? പാർവതി കൊടുത്ത പൂക്കളുടെ രഹസ്യം അന്വേഷിച്ച് നടക്കുന്ന അരവിന്ദിന് സ്വന്തം അനിയത്തി മരിക്കാൻ കാരണം അതേ പൂക്കളാണെന്ന് കണ്ടെത്താൻ കഴിയാത്തത് അതൊന്നുകൊണ്ട് മാത്രമല്ലേ? നമ്മൾ ഇന്നും പുറത്തിറങ്ങി നടക്കുന്നത് നിന്റെ ബുദ്ധി കൊണ്ട് മാത്രമാണ്. പക്ഷേ ഇവിടെ നമുക്ക് ചെറിയൊരു ശ്രദ്ധക്കുറവ് സംഭവിച്ചിട്ടുണ്ട്. വിശാലിന്റെ റൂമിൽ ഞാൻ കൊണ്ടുവയ്ക്കുന്ന ബൊക്കയുടെ രഹസ്യം ആരും മനസ്സിലാക്കില്ലെന്ന് നമ്മൾ വിശ്വസിച്ചു. പക്ഷേ ആ പാർവതി അത് കണ്ടുപിടിച്ചു. അത് നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് സംഭവിച്ചത് തന്നെയാ. നമ്മൾ അല്പം സൂക്ഷ്മത പുലർത്തിയിരുന്നെങ്കിൽ ആ റിപ്പോർട്ടുമായിട്ട് അരവിന്ദൻ ഇവിടെ കയറി വരുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാവുമായിരുന്നില്ല. വിശാൽ എന്റെ കഴുത്തില് താലി കെട്ടുന്നത് മുടങ്ങിയതിന്റെ കാരണം അതല്ലേ? താലി കെട്ട് മുടങ്ങിയതല്ലേ ഉള്ളൂ.
അയാള് നമ്മൾ പിടിച്ചോണ്ടൊന്നും പോയില്ലല്ലോ. നിന്ന നിപ്പിൽ നീ പ്ലേറ്റ് മാറ്റിയപ്പോ പാർവതി ബപ്പ അടിച്ചു. നീ ഈ ഏട്ടനെ വീണ്ടും വീണ്ടും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ടും വിശാലം നമ്മളെ തോൽപ്പിച്ചു കളഞ്ഞില്ലേ? വിശാലം നമ്മളെ തോൽപ്പിച്ചെന്നോ? എങ്ങനെ? മരിച്ചുപോയ അമ്മ കല്യാണ പന്തലിൽ വന്നത്രേ. വിശാൽ അവരെ കണ്ടു അത്രേ. അതൊക്കെ സത്യമാണെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാ മരിച്ചു പോയവരെ കാണാൻ കഴിയോ ഏട്ടാ? വിചിത്രമായ പല കാര്യങ്ങളും ഇവിടെ നടക്കാറില്ലേ? അതൊക്കെ പാർവതിയുടെ അഭിനയമാണെങ്കിൽ വിശാല് കാണിച്ചതും അഭിനയം. പാർവതി പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ വിശാല് പറഞ്ഞതും സത്യം. അതിന്റെ ഉള്ളുകളികൾ അവർക്കും ദൈവത്തിനും മാത്രം അറിയാം. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. വിശാലിന്റെ അടുത്ത് നീ ഇപ്പൊ ഉണ്ടാവണം. വേഗം നീ ഹോസ്പിറ്റലിലേക്ക് ചെല്ല്. പാർവതി അങ്ങോട്ട് പോയിട്ടുണ്ട്. അവളെ വിശാലിന്റെ അടുത്ത് നിൽക്കാൻ നീ സമ്മതിക്കരുത്. ഒരു ഭാര്യയെ പോലെ നീ അവനെ നോക്കണം. അവന്റെ മനസ്സിൽ നിന്നോട് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ഇതുപോലൊരു അവസരം വേറെ കിട്ടില്ല. വേഗം ചെല്ലങ്ങോട്ട്. അമ്മ എന്താ ആലോചിക്കുന്നത്? ജാസ്മിൻ ആത്മഹത്യ ഒന്നാണോ? ജാസ്മിൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. കാരണം ലഭിക്കാൻ പോകുന്ന സമ്പത്തിന്റെ വലിപ്പം അവൾക്ക് വ്യക്തമായിട്ടറിയാം. ഞാൻ ആലോചിക്കുന്നത് അതൊന്നുമല്ല. വിശാൽ ഗായത്രിയെ കണ്ടു എന്നല്ലേ പറഞ്ഞത്? അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്നറിയണം. ഇതൊരു ഒത്തുകളിയാവാനാണ് സാധ്യത. പാർവതി ആത്മാക്കളെ കാണുന്നുവെന്ന് നമ്മളെ വിശ്വസിപ്പിക്കുന്നത് പോലെ വിശാലിനെ കൊണ്ടും അവൾ അങ്ങനെ പറയിപ്പിച്ചതാണെങ്കിലോ? അതിന്റെ നെല്ലും പതിരും വേർതിരിച്ചേ പറ്റൂ. എന്തിനും ആദ്യം ഹോസ്പിറ്റലിലെത്തണം. ഇല്ലെങ്കിൽ പാർവതിയുടെ വിളയാട്ടം അവിടെയും ഉണ്ടാവും. അത് അനുവദിച്ചു കൊടുത്തുകൂടാ. ആ, ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോവാ. നീ ഇവിടെ തന്നെ ഉണ്ടാവണം. ആ ജാസ്മിന്റെയും ജതിന്റെയും നീക്കങ്ങള് മനസ്സിലാക്കണം. ശരി അമ്മേ.